الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെ മറക്കാതെ എവരെയും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറയുവാനുള്ളത്. ഓരോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അതല്ല എങ്കിൽ എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, അവനെ സൃഷ്ടിച്ച, അവനെ പരിപാലിക്കുന്ന, അവന് ഉപജീവനം നൽകുന്ന ഈ പ്രപഞ്ചത്തെയും അതിലെ എല്ലാ ചരാചരങ്ങളെയും സംവിധാനിച്ച അവൻ്റെ ഖാലിഖിനെ, അവൻ്റെ സൃഷ്ടാവിനെ അറിയുക എന്നത് നിർബന്ധമുള്ള കാര്യമാണ്. എന്നെ ആരാണ് സൃഷ്ടിച്ചത്, ഈ പ്രപഞ്ചത്തെ ആരാണ് സൃഷ്ടിച്ചത് എന്നതൊക്കെ അറിയുക എന്നത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളവും നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തെക്കുറിച്ച് പഠിക്കുക, അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കുക എന്നത് ഏറെ പ്രധാനമുള്ള, വാജിബായ, നിർബന്ധമായ കാര്യങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ച് അത്തരമൊരു ക്ലാസ് പങ്കെടുക്കുക, അത്തരം ക്ലാസ് സംഘടിപ്പിക്കുക എന്നത് ഏറെ അനിവാര്യമായ ഒന്ന് തന്നെയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മോട് പഠിക്കണമെന്ന്, അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കണമെന്ന് കൽപ്പിച്ച ഒരു കാര്യം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ചാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനായ അള്ളാഹുവാണെന്നും അവനെ മാത്രമേ നീ ആരാധിക്കാവൂ എന്നും മറ്റൊരാൾക്കും ആരാധന നീ വെച്ച് പുലർത്തരുത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കലിമത്തു തൗഹീദിനെ
പഠിക്കണമെന്ന് നമ്മോട് സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിർബന്ധ ബാധ്യതയെ അതിൻ്റെ കൃത്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയായിരിക്കണം നമ്മൾ ഇത്തരം വിഷയങ്ങൾ കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. എല്ലാ ആളുകൾക്കും നിർബന്ധമായ 4 കാര്യങ്ങളെ സംബന്ധിച്ച് പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അതിലാദ്യത്തെ കാര്യം അറിവാണ്. അറിവ്, എന്തിനെക്കുറിച്ചുള്ള അറിവുകൾ? 3 കാര്യങ്ങളെ സംബന്ധിച്ചാണ് അവിടെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. ഒന്ന്, തൻ്റെ റബ്ബിനെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച്, തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥനെക്കുറിച്ച്. മറ്റൊന്ന് അവൻ്റെ ദീനിനെ സംബന്ധിച്ച്, ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ച്. മറ്റൊന്ന് അവന് വേണ്ടി ഈ ദുനിയാവിലേക്ക് അവൻ ഈ ദീന് പഠിപ്പിക്കാൻ വന്ന പ്രവാചകനെ സംബന്ധിച്ച്. ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ച് ഒരാൾ പഠിക്കുക എന്നത് നിർബന്ധമാണ് എന്ന്. അതുകൊണ്ട് തന്നെ അവൻ്റെ റബ്ബിനെ കുറിച്ച് പഠിക്കുക, അവൻ്റെ ദീനിനെ കുറിച്ച് പഠിക്കുക, അവൻ്റെ പ്രവാചകനെ കുറിച്ച് പഠിക്കുക. ഈ 3 കാര്യങ്ങൾ നിർബന്ധമാണ്. ആ കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കൽ അനിവാര്യമാണ്. കാരണം ഒരാൾ ഈ ലോകം വിട്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് വരാനുള്ളത് ബർസഖിയായ ലോകമാണ്. വമിൻ വറാഇഹിം ബർസഖുൻ, അവർക്ക് പിന്നിൽ ഒരു ബർസഖുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. മരിച്ചു കഴിഞ്ഞാൽ ഒരാൾ ജീവിതത്തിൽ നിന്ന് അവൻ്റെ ആത്മാവ് അവന് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് അവന് വരാനുള്ളത് ബർസഖിയായ ലോകമാണ്. അതെങ്ങനെ മരിച്ചാലും, ഒരാൾ സ്ഫോടനത്തിൽ കത്തിക്കരിഞ്ഞു പോയി, ഒന്നും അവശിഷ്ടമായി ഒന്നും കിട്ടിയില്ല, എന്നിരുന്നാൽ പോലും അവനുമുണ്ട് ബർസഖ്. ഒരാൾ കടലിനടിയിലേക്ക് ആഴ്ന്നുപോയി, അയാളെ തിരിച്ചു കിട്ടിയില്ല, എന്നാൽ അദ്ദേഹത്തിനുമുണ്ട് ബർസഖിയായ ലോകം. ആ നിലക്ക് ബർസഖിയായ ലോകം വരാനുണ്ട്. അവിടെ ഫിത്നകൾ വരാനുണ്ട്. ഫിത്നത്തുൽ ഖബർ, ഖബറിൻ്റെ ഫിത്നയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഹദീസിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണത്. അതിൽ വളരെ വിശാലമായി കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. 2 മലക്കുകൾ നമ്മുടെ അടുക്കലേക്ക് വരും. മുഅ്മിനായൊരു വിശ്വാസിയെ കൊണ്ട് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അടുക്കലേക്ക് 2 മലക്കുകൾ വരുമെന്നാണ്. യതീഹി മലക്കാനി ഫയുജ്ലിസാനിഹി, 2 മലക്കുകൾ അവൻ്റെ അടുക്കലേക്ക് വരികയും അവനെ ഇരുത്തുകയും ചെയ്യും. ഫയഖൂലാനി ലഹു മൻ റബ്ബുക്, അവനോട് ചോദിക്കും ഈ 2 മലക്കും, ആരാണ് നിൻ്റെ റബ്ബ്, നിൻ്റെ സൃഷ്ടാവാരാണ്, നിൻ്റെ റബ്ബാരാണ് എന്നവരോട് ചോദിക്കും. അപ്പോൾ ആ മുഅ്മിനായ വ്യക്തി പറയും ഫയഖൂലു റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്. ഫയഖൂലാനി ലഹു, രണ്ടാമത്തെ ചോദ്യം അവനോട് ചോദിക്കും മാ ദീനുക, നിൻ്റെ ദീൻ ഏതായിരുന്നു, നീ ഏത് ദീനനുഷ്ഠിച്ചാ ജീവിച്ചത് എന്നവരോട് ചോദിക്കും. അവൻ മറുപടി പറയും ഫയഖൂലു ദീനുൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമായിരുന്നു. ഫയഖൂലാനി ലഹു, മൂന്നാമത്തെ ചോദ്യം അവനോട് ചോദിക്കും മാ ഹാദർ റജുലുല്ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് അയച്ച ഈ പ്രവാചകൻ ആരാണ്, ഈ മനുഷ്യനാരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണിച്ചുകൊണ്ട് പറയും ഈ മനുഷ്യനാരാണെന്ന് നിനക്കറിയുമോ? അദ്ദേഹം പറയും ഫയഖൂലു ഹുവ റസൂലുള്ളാഹ്, അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് അദ്ദേഹം പറയും. 4മത്തൊരു ചോദ്യമുണ്ട്. അതെന്താണ്? ഫയഖൂലാനി വമാ യുദ്രീക്, എങ്ങനെയാണ് നീ ഇതൊക്കെ മനസ്സിലാക്കിയത്, എങ്ങനെയാണ് നിനക്കിതൊക്കെ അറിഞ്ഞത്? അദ്ദേഹം പറയുമെന്നാണ് ഫയഖൂലു ഖറഅതു കിതാബല്ലാഹ് ഫആമൻതു ബിഹി വസദ്ദഖ്തു, ഞാൻ അള്ളാഹുവിൻ്റെ കിതാബ് ഓതി പഠിച്ചതാണ്, ഞാൻ ആ കിതാബ് ഓതുക മാത്രമല്ല ഫആമൻതു ബിഹി, അതിൽ വിശ്വസിക്കുകയും വസദ്ദഖ്തു, ഞാൻ അത് സത്യപ്പെടുത്തുകയും ചെയ്തവനാണ്. ഈ നിലക്കായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത് എന്ന് അദ്ദേഹം പറയുമെന്നാണ്. അങ്ങനെ ആ ചോദ്യം ചെയ്യൽ കഴിഞ്ഞാൽ ഫയുനാദി മുനാദിം മിനസ്സമാ, ആകാശത്തിൽ നിന്നൊരാൾ വിളിച്ചു പറയും ഖദ് സദഖ അബ്ദി, എൻ്റെ അടിമയിതാ സത്യം പറഞ്ഞിരിക്കുന്നു.
ഫഅഫ്രിശൂഹു മിനൽ ജന്ന, അദ്ദേഹത്തിന് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ വിരിപ്പുകൾ വിരിക്കുക. വഅൽബിസൂഹു മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ അവരെ ധരിപ്പിക്കുക. വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വാതിൽ അദ്ദേഹത്തിന് നിങ്ങൾ തുറന്നു കൊടുക്കുക. അങ്ങനെ അദ്ദേഹത്തിന് ഇതൊക്കെ ഈ രീതിയിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുമെന്നാണ്. മാത്രവുമല്ല ഫയഅതീഹി മിൻ റൗഹിഹാ വതീബിഹാ, സ്വർഗത്തിൽ നിന്നുള്ള നല്ല സുഗന്ധവും പരിമളവും അദ്ദേഹത്തിൻ്റെ ആ ഖബറിലേക്ക് വന്ന് വീശുമെന്നാണ്. വയുഫ്സഹു ലഹു ഫീ ഖബരിഹി മദ്ദ ബസരിഹി, അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാകും, കണ്ണെത്താ ദൂരത്തോളം വിശാലമാകും അദ്ദേഹത്തിൻ്റെ ഖബർ. ഈ നിലക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിന് കിട്ടുമെന്നാണ്. അപ്പം അവിടെ 3 ചോദ്യങ്ങളെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ഇതുപോലെ തന്നെയാണ് കാഫിറിനും വരാനുള്ളത്. സത്യനിഷേധിയായ മനുഷ്യനെ കൊണ്ടുവച്ചാലും ഈ ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരുമെന്നാണ്. പക്ഷേ അവിടെ അദ്ദേഹത്തിനൊന്നും പറയാൻ കഴിയില്ല. എനിക്കറിയില്ല, ലാ അതിരി, എനിക്കറിയില്ല എന്നിങ്ങനെ പറയുമെന്നാണ്. ഓരോ ചോദ്യങ്ങൾക്കും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുമെന്നാണ്. അവസാനം അദ്ദേഹത്തിന് നരകത്തിൻ്റെ അനുഭൂതികളും നരകത്തിൽ നിന്നുള്ള വാതിൽ തുറക്കപ്പെടുകയും അതിൻ്റെ അനുഭൂതികൾ അനുഭവിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് എന്നും ഖബറിൻ്റെ ഒരു ഇടുക്കം അദ്ദേഹത്തെ ബാധിക്കുമെന്നുമൊക്കെ ഹദീസിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ 3 ചോദ്യങ്ങൾ, ആ 3 ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം നമ്മൾ ശ്രദ്ധിച്ചു. ആരാണ് നിൻ്റെ റബ്ബ് എന്നതാണ്. നിൻ്റെ റബ്ബ് ആരാണ് എന്നതാണ് അവിടെ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയണമെങ്കിൽ ആ മനുഷ്യൻ പറഞ്ഞതുപോലെ അള്ളാഹിൻ്റെ കിതാബല്ലാഹ് വ ആമൻതു ബിഹി വസദ്ദഖ്തു എന്ന് പറയാൻ നമുക്ക് പറ്റണം. അതിന് ഈ ജീവിതത്തിൽ കൃത്യമായി നാം അടയാളപ്പെടുത്തിയേ മതിയാകൂ എന്നതാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് ഏറെ പ്രധാനം തന്നെയാണ്. അങ്ങനെ ഇരിക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വാജിബായിക്കൊണ്ട് നിർബന്ധമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റബ്ബാണ് എന്നതാണ്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചവനാണ്, നമ്മെ പോറ്റിയവനാണ്, വളർത്തിയവനാണ്. ഇതൊരു വിശ്വാസമാണ്. നമ്മൾ അറിഞ്ഞിരിക്കലും നമ്മൾ വിശ്വസിക്കലും അനിവാര്യമാണ്. റബ്ബി അള്ളാഹ്, എൻ്റെ അള്ളാഹു അതെൻ്റെ റബ്ബാണ് എന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കൽ അനിവാര്യമാണ്. മാത്രവുമല്ല എല്ലാ ലോകരെയും, ഈ ലോകത്തുള്ള എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ സൃഷ്ടിച്ചവനും അതിനെയൊക്കെ സംവിധാനിച്ചവരും അതിനെയൊക്കെ കൊണ്ടു നടക്കുന്നവനും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. നമുക്ക് എന്ത് അനുഗ്രഹങ്ങളുണ്ടോ, നമുക്ക് ഏതേത് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ദാതാവ് അത് ആത്യന്തികമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, ഏതേത് നന്മകൾ നിഅമത്തുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അതെല്ലാം നൽകിയത് ഫമിനല്ലാഹ്, അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവാണ് അത് നൽകിയത്. ഏതേത് നിഅമത്തുകളുണ്ടോ അത് അള്ളാഹുവിലേക്കാണ് നമ്മൾ ചേർത്ത് പറയേണ്ടത്. അതോടൊപ്പം തന്നെ അള്ളാഹുവാണ് നമ്മുടെ മഅബൂദ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നാം ആരാധിക്കുന്ന ആരാധ്യൻ. ഒരുപാട് ആരാധ്യന്മാർ ഈ ലോകത്തുണ്ട്. പല ആളുകളും പലരെയും ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യരെ ആരാധിക്കുന്നവരുണ്ട്, കല്ലിനെ ആരാധിക്കുന്നവരുണ്ട്, കാഞ്ഞിര കുറ്റിയെ ആരാധിക്കുന്നവരുണ്ട്. വ്യത്യസ്തമായ നിലക്ക് ആരാധ്യ വസ്തുക്കൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട്. അവിടെ നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റണം, എൻ്റെ ആരാധ്യൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. വലൈസ ലീ മഅബൂദുൻ സിവാ, അവനല്ലാതെ എനിക്ക് മറ്റൊരു ആരാധ്യനില്ല. അള്ളാഹു മാത്രമേ എൻ്റെ ആരാധ്യനായിട്ടുള്ളൂ, മറ്റൊരു ആരാധ്യൻ എനിക്കില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ നമുക്ക് പറ്റണം. ആ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ പ്രവർത്തിക്കുകയും വേണമെന്നാണ്. ഒരാൾക്ക് അറിവുണ്ടായി, ആ അറിവനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചില്ല എങ്കിൽ യഹൂദികളുടെ കൂട്ടത്തിലാണ് അവന് ഉൾപ്പെടാൻ കഴിയുക. നമുക്കൊക്കെ അറിയാം, യഹൂദികൾക്കുണ്ടായിരുന്നത് അറിവായിരുന്നു. അവർക്ക് അവരുടെ കിതാബിനെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നു, അള്ളാഹുവിനെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നു, പ്രവാചകൻ വരുമെന്ന അറിവുണ്ടായിരുന്നു, ആ പ്രവാചകനെ അനുസരിക്കണമെന്ന അറിവുണ്ടായിരുന്നു. പക്ഷേ ആ അറിവിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ അറിവുണ്ടാവുക എന്നത് പ്രധാനം തന്നെയാണ്. അറിവുണ്ടായിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ നിർബന്ധ ബാധ്യത അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരിക എന്നാണ്. നിസ്കാരം ഒരാൾ പഠിച്ചു,
നിസ്കരിക്കണം എന്നൊരാൾക്ക് അറിയുണ്ട് എങ്കിൽ അയാൾ പിന്നെ അത് നിർവഹിക്കണമെന്നാണ്. അതാണ് അതിനോട് കാണിക്കുന്ന കൂറ്. അതാണ് സിദ്ക്ക്, സത്യസന്ധത എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ നിലക്ക് കിതാബ് വായിച്ച് ഖുർആൻ വായിച്ച് പഠിച്ച് അതിൽ നിന്ന് ഇന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് അടുത്ത പണി എന്ന് പറയുന്നത്. അതാണ് നമ്മളിലേക്ക് വരേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോൾ. ഇനി എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ മനസ്സിലാക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കുവാൻ ഏറെ ബുദ്ധിമുട്ടേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നതാണ്. അള്ളാഹുവിനെ ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ബി ആയാതിഹി വ മഖ്ലൂഖാതിഹി, അള്ളാഹുവിൻ്റെ വലിയ സൃഷ്ടിപ്പുകൾ കണ്ടുകൊണ്ടാണ് അള്ളാഹു നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതൊരു സൃഷ്ടിക്കും ഏതൊരു കാര്യത്തിനും അതിൻ്റെ സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. ഒരു വസ്തു കണ്ടാൽ ആ വസ്തുവിനെ ഉണ്ടാക്കിയവനുണ്ട്, ഒരു വസ്തുവിനെ കണ്ടാൽ അത് ഉണ്ടാക്കിയവനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ഒരു കല്ല് കണ്ടാൽ, ഒരു കോൺക്രീറ്റിൻ്റെ ഒരു വീട് കണ്ടാൽ അതുണ്ടാക്കിയ ഒരാളുണ്ട്. അതുപോലെ തന്നെ ഏതേത് വസ്തു എടുക്കുക, ഈ മുസല്ലയാവട്ടെ, നമ്മളെ ചെയറാവട്ടെ, ഏതേത് കാര്യമാവട്ടെ, എന്തിനും ഒരു സൃഷ്ടാവുണ്ട്, അതുണ്ടാക്കിയവനുണ്ട് എന്ന് നമുക്കറിയാം. അതൊരു മാലൂമായ അറിയപ്പെട്ട കാര്യമാണ്. എന്നതുപോലെ അങ്ങനെയാകുമ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആര്? ഇത്രയും വലിയ പർവ്വതങ്ങളെയും ഈ കാണുന്ന പ്രപഞ്ചങ്ങളെയും നമ്മളെ കണ്ണഞ്ചി പോകുന്ന ഇത്തരം വലിയ പ്രതിഭാസങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചവൻ ആര്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് സമ്മതിക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെയും ശൈലി അതാണ്. അള്ളാഹുവിനെ പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചതും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഇത്തരം വലിയ ആയാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള ഈ സംവിധാനങ്ങൾ, ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടി മഹത്വത്തെക്കുറിച്ചും ആ സൃഷ്ടാവിനെയും കണ്ടെത്തുക എന്നതാണ് ഏറെ പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ ഉടനീളം നമുക്കത് കാണുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് എണ്ണിപ്പറയുന്നത് കാണുവാൻ സാധിക്കും. വമിൻ ആയാതിഹി ഖൽഖുസ് സമാവാതി വൽ അർള്, അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽപ്പെട്ടതാണ്, ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഖൽഖുസ് സമാവാതി വൽ അർള്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പ്. വഫിൽ അർളി ആയാതുൽ ലിൽ മൂഖിനീൻ, ഭൂമിയിൽ ചിന്തിക്കുന്നവർക്ക്, യഖീനുള്ളവർക്ക്, വിശ്വസിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച് ഈ സംവിധാനങ്ങൾ നോക്കിയാൽ അത് മനസ്സിലാക്കിയ ഒരു വിശ്വാസിക്ക് വിശ്വാസം കൂടുകയാണ് ചെയ്യുക. വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അവർക്ക് കൃത്യമായി അള്ളാഹുവിനെ തിരിച്ചറിയാനുമാണ് അത് സാധിക്കുക എന്നാണ്. ആരാണ് ഇതിൻ്റെ സൃഷ്ടാവ്? ഇത്ര വലിയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ആരാണ്? ഈ പർവ്വതത്തെ സൃഷ്ടിച്ചവൻ ആരാണ്? ഇതിനെയൊക്കെ ഇങ്ങനെ സംവിധാനിച്ചവൻ ആരാണ്? ഒരു മാതൃകയുമില്ലാതെ ഈ സംവിധാനങ്ങൾ ഇങ്ങനെ സംവിധാനിച്ചവൻ ആരാണ് എന്ന് ചിന്തിക്കാൻ ഉള്ളൊരു വഴിയാണത്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിലൂടെ എന്താണ് അവൻ ലഭിക്കുന്നത്? അവൻ്റെ വിശ്വാസം ദൃഢമാവുകയാണ്. അവൻ്റെ വിശ്വാസം ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ് ഇതിലൂടെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൻ്റെ ശൈലി ആ നിലക്കാണ്. ആകാശത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വജഅൽനസ് സമാഅ സഖഫൻ മഹ്ഫൂദാ വഹും അൻ ആയാതിഹാ മുഅ്രിദൂൻ. വജഅൽനസ് സമാഅ സഖഫൻ മഹ്ഫൂദാ, സംരക്ഷിക്കപ്പെട്ട ഒരു സഖഫായിക്കൊണ്ട്, മേൽപ്പൂരയായിക്കൊണ്ട് ഞാൻ ആകാശത്തെ സംവിധാനിച്ചു എന്നാണ്. ആകാശത്തിൻ്റെ സംവിധാനം അത് ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അതിലുണ്ട്. എങ്ങനെയാണ് ആകാശം നിലനിൽക്കുന്നത്? ആകാശത്തിൻ്റെ പാളികൾക്ക്, ആകാശത്തിന് ഒരു തൂണും അള്ളാഹു സംവിധാനിക്കാതെ ആ കൃത്യമായ നിലക്കത് നിലനിന്ന് പോകുന്നു. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ മേൽപ്പൂര ഉണ്ടാക്കണമെങ്കിൽ അതിന് ഫില്ലർ വേണം, അതിന് പല കാര്യങ്ങളും വേണം. പക്ഷേ ഇത് ഫില്ലറുകളൊന്നുമില്ലാതെ, ഒരു നിലക്കുമുള്ള താങ്ങുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചിരിക്കുന്നു. അതൊരു 1000 കൊല്ലമല്ല, എത്രയോ കൊല്ലമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച സംവിധാനങ്ങളെ നോക്കി അതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുന്നത്? വഹും അൻ ആയാതിഹാ മുഅ്രിദൂൻ. എന്നാൽ ആ നിഷേധികളായ ആളുകൾ ഈ ആയാത്തുകളെയൊക്കെ നിഷേധിച്ചുകൊണ്ട്, തള്ളിക്കളഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കുകയാണ് ചെയ്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളെ കുറിച്ച്
പറയുന്നത് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ചു തന്ന ഈ സംവിധാനങ്ങളിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമുക്ക് അറിയാൻ കഴിയുക. ഒന്നാമതായി അത് നമ്മൾ സാധാരണ പറയാൻ നമ്മുടെ പ്രകൃതി എന്നാണ്, ഫിത്രത്ത് എന്നാണ് അതിന് പറയുക. പ്രകൃതി ഒരു മനുഷ്യന് അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളോ ഹദീസുകളോ ഒന്നുമില്ലാതെ തന്നെ ഒരാൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാനുള്ള വഴിയാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ ഉള്ള വഴിയാണത്. ഏത് മനുഷ്യനും മനസ്സിലാക്കാവുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ വിശദീകരിച്ചിട്ടുള്ളത് അങ്ങനെയാണ് എന്ന്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ആയാത്തുകൾ കണ്ടിട്ടാണ് പണ്ട് അവിടെ ഉണ്ടായിരുന്ന അറബികൾക്ക് വരെ അള്ളാഹുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. അവർക്ക് വരെ അറിയാമായിരുന്നു. അവർക്ക് വരെ ഓരോ ആ സൃഷ്ടിപ്പിൻ്റെ പ്രപഞ്ചത്തിലെ സൃഷ്ടിപ്പിൻ്റെ ആ സൃഷ്ടി വൈഭവം കണ്ട് അവർ അള്ളയുണ്ട് എന്ന് വിശ്വസിച്ചത് അങ്ങനെയായിരുന്നു. അവർ സാധാരണ പറയും, ഒരു വഴിയിലൂടെ നടക്കുമ്പോൾ അതിലൂടെ കാലിൻ്റെ പാത അവിടെ ഉണ്ടാകും. അന്നൊക്കെ മണലാണല്ലോ, അവിടെയൊക്കെ മണൽ ഉണ്ടായതുകൊണ്ട് പതിഞ്ഞിട്ടുണ്ടാവും. ആ പതിഞ്ഞ കാൽപ്പടങ്ങൾ നോക്കിയിട്ട് പറയും, ഇതിലൂടെ പോയ ഒരു മനുഷ്യനുണ്ട്, ഇതിലൂടെ പോയൊരു മനുഷ്യനുണ്ട് എന്നതുപോലെ ഈ പ്രപഞ്ചത്തിനൊരു അള്ളയുണ്ട് എന്നവർ പറയും. ഒരു കാര്യം അവിടെ കണ്ടാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അതിലൂടെ പോയൊരു മനുഷ്യനുണ്ട്, അങ്ങനെ ഒരു അടയാളം കണ്ടാൽ അതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ കാഷ്ടമുണ്ടെങ്കിൽ അതിനവർ മനസ്സിലാക്കിയിരുന്നത് ഇതിൽ ഒട്ടകം പോയിട്ടുണ്ട് എന്നതുപോലെ അവർ ഈ ലോകത്തിന്, ഈ പർവ്വതത്തെയും അതുപോലെ തന്നെ ഈ സൃഷ്ടി പ്രപഞ്ചത്തെയും കണ്ട് അവർ പറയും അള്ളയുണ്ട്. അങ്ങനെ അവർ മനസ്സിലാക്കി എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അതാണ് അതിൻ്റെ രീതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി അത് തന്നെ, അതാണ് ഖുർആൻ, പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണിച്ചു തരുന്ന ഒരു മാർഗം. മറ്റൊന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാ സിഫാത്തുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള നാമഗുണ വിശേഷണങ്ങൾ മനസ്സിലാക്കുക എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരുപാട് നാമഗുണ വിശേഷണങ്ങളുണ്ട്. ആ നാമഗുണ വിശേഷണങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തിരിച്ചറിയുക എന്നതാണ് മറ്റൊരു മാർഗമായിട്ടുള്ളത്. അള്ളാഹുവിന് ഒരുപാട് അസ്മാഉൽ ഹുസ്ന, സിഫാത്തുൽ കമാൽ, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നല്ല വിശേഷണങ്ങളുണ്ട്, പരിപൂർണമായ വിശേഷണങ്ങളുണ്ട്, നല്ല പേരുകളുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. നല്ല പേരുകൾ, ഹുസ്ന എന്നാണ് അതിനെ പ്രയോഗിച്ചത്. അതിനേക്കാൾ നല്ലത് വേറൊന്നില്ല. അതേറ്റവും ഉന്നതമാണ് ആ ഹുസ്നിൽ, ആ നന്മയിൽ. അതിനപ്പുറത്തേക്കൊരു പേരില്ല എന്ന്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വിശേഷണങ്ങളുണ്ട്. അത് പരിപൂർണമായ വിശേഷണങ്ങളാണ്. അതിനപ്പുറത്തേക്കൊരു പരിപൂർണത ഇല്ല. അത് ഏറ്റവും ഉന്നതമാണ്. അള്ളാഹുക്കുള്ളതൊക്കെ ഏറ്റവും ഉന്നതമായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രയോഗം പ്രയോഗിച്ചത് എന്ന്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയാനുള്ള മറ്റൊരു മാർഗം ആ അസ്മാഉകൾ, ആ പേരുകൾ, അതുപോലെ തന്നെ ആ സിഫാത്തുകൾ, ആ വിശേഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നതാണ്. അതിനേറ്റവും പ്രധാനം പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച പേരുകൾ, പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ച സിഫാത്തുകൾ, വിശേഷണങ്ങൾ, അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക എന്നതാണ് അതിനുള്ള മാർഗമായിട്ടുള്ളത്. അത് ഈ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തിരിച്ചറിയുക, അതാണ് അവ്വലു വാജിബ്, നിർബന്ധമായിട്ടുള്ളത്. ഒന്നാമത്തെ നിർബന്ധമായി പഠിപ്പിക്കുന്ന അവ്വലു വാജിബ്, ഒരു അടിമക്ക് ഏറ്റവും ആദ്യം നിർബന്ധമായിട്ടുള്ളത് അവൻ്റെ റബ്ബിനെ അറിയാനാണ്. ആ അറിയൽ എന്തിലൂടെ നടക്കും? അവൻ്റെ ഫിത്രത്തിലൂടെ, പ്രകൃതിയിലൂടെ നടക്കുന്നതാണ്. ഒരാൾക്ക് അള്ളാഹിനെ തിരിച്ചറിയാൻ അവൻ്റെ പ്രകൃതിപരമായി തന്നെ അവൻ അത് സിദ്ധിച്ചതാണ് എന്ന്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കുട്ടി ജനിക്കുന്നത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഫിത്രത്തിലായിക്കൊണ്ടാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവന് റബ്ബിനെ അറിയാം, ആ റബ്ബിനെ ഉൾക്കൊള്ളാനുള്ള മനഃശക്തി അവനുണ്ട്, ആ അറിവും അവനുണ്ട്. ആ നിലക്കാണ് അവൻ ജനിച്ചു വീഴുന്നത്. എന്നാൽ പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്, അവൻ പിന്നീട് മാറുന്നത് അബവാഹു യുഹവ്വിദാനിഹി വയുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി, അവനെ പിന്നീട് യഹൂദിയാക്കുന്നതും നസ്രാനിയാക്കുന്നതും വ്യത്യസ്ത രീതിയിൽ അവനെ വളർത്തുന്നതും അവൻ്റെ മാതാപിതാക്കളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടി ജനിക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനെ ഉൾക്കൊള്ളാനും ആ അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള കഴിവോടുകൂടെയാണ് ജനിക്കുന്നത്. അതായത് ഫിത്രത്തിലാണ് ജനിക്കുന്നത്.
ആ ഫിത്രത്തിൽ നിന്ന് പിന്നീട് അവൻ്റെ ചുറ്റുപാടുകളും അവൻ ജീവിക്കുന്ന മാതാപിതാക്കളുടെ ആ ഒരു ലാളനയും കാര്യങ്ങളുമൊക്കെ ആയി വരുമ്പോൾ അവൻ ഏതൊരു ബിഅത്തിലാണോ ചുറ്റുപാടിലാണോ വളരുന്നത് അതിനനുസരിച്ച് പിന്നീട് അവൻ വളർന്നു വരുന്നു എന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തിരിച്ചറിയാനുള്ള ഫിത്രത്ത് ഒരാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ആയാത്തുകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരുപക്ഷെ ആളുകൾ തിരിച്ചു മടങ്ങിയേക്കാം, ആ അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങിയേക്കാം. ഒരുപാട് ഉദാഹരണങ്ങൾ ആ നിലക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ചറിയാൻ നമ്മൾ സ്വീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അത് ഫിത്രത്ത് തന്നെയാണ്, പ്രകൃതി തന്നെയാണ്. അതോടൊപ്പം തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് വിശേഷണങ്ങളും ഒരുപാട് അസ്മാഅകളും നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഈമാൻ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുവാനും നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ ഊട്ടിയുറപ്പിക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അത് നമ്മെ സഹായിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്കാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അള്ളാഹു സുബ്ഹാനഹുവതആലയിലേക്ക് കൂടുതൽ അടുക്കാനും, പ്രത്യേകിച്ച് റമദാൻ കാലഘട്ടമാണ്, നമുക്ക് കൂടുതൽ അടുക്കുവാനുള്ള ഒരു സാഹചര്യമാണ് റമദാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹുവതആലയെ കൂടുതൽ പഠിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹുവതആലയുടെ പേരുകൾ, ഇസ്മുകൾ, അതുപോലെ തന്നെ വിശേഷണങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതതിൻ്റെ പരിപൂർണതയിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹുവതആലയുടെ അസ്മാഅകൾ അതുപോലെ സിഫാത്തുകൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടെയുണ്ട്. അള്ളാഹു സുബ്ഹാനഹുവതആലയ്ക്ക് ഇസ്മുകളുണ്ട്, വിശേഷണങ്ങളുണ്ട്, പേരുകളുണ്ട്. എന്നാൽ ഈ പേരുകൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹുവതആലയ്ക്ക് ആ ഒരു പേരുകൾ ഉണ്ട്, ആ വിശേഷണങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹുവതആലയ്ക്ക് ആ വിശേഷണത്തിൽ അള്ളാഹു സുബ്ഹാനഹുവതആല പൂർണ്ണനാണ്, ആ ഇസ്മിൽ അള്ളാഹു സുബ്ഹാനഹുവതആല ഏറ്റവും ഉന്നതനാണ് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹുവതആലയുടെ പേരുകൾ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ധാരാളക്കണക്കിന് വന്നിട്ടുണ്ട്. എന്നാൽ ആ പേരുകളുടെ ഉള്ളറകളിലേക്ക് നമ്മൾ പ്രവേശിക്കരുത്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹുവതആല എങ്ങനെയാണ്, കൈഫിയത്ത് എങ്ങനെയാണ് എന്നൊരിക്കലും നമ്മൾ അന്വേഷിച്ച് പോകരുത് എന്നാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹുവതആലയുടെ ഹഖീഖത്ത്, അള്ളാഹു സുബ്ഹാനഹുവതആലയുടെ കൈഫ് അതെങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹുവതആല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹുവതആലക്ക് കൈയുണ്ട്, അള്ളാഹു സുബ്ഹാനഹുവതആല കേൾക്കുന്നവനാണ്, സമീഅാണ്, എല്ലാം കേൾക്കുന്നവനാണ് എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതെങ്ങനെ എന്നത് നമുക്കറിയില്ല. അതിൽ നമ്മൾ ഒരിക്കലും പ്രവേശിക്കാനും പാടില്ല, ആ ഒരു വിജ്ഞാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാനും പാടില്ല. അത് നമുക്ക് കഴിയൂല, അതെങ്ങനെയെന്ന് നമുക്ക് കഴിയൂല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ കൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മനുഷ്യൻ്റെ കൈ എങ്ങനെയുള്ളതാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹുവതആല കൈയിനെ സംബന്ധിച്ച് നമുക്ക് കൈയുണ്ട് എന്നതേ അള്ളാഹു സുബ്ഹാനഹുവതആല പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. അള്ളാഹു ബസീറാണ്, സമീഅാണ്, അത് നമുക്കറിയാം. എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹുവതആല നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ആ കേൾവിയുടെ കൈഫിയത്ത് എങ്ങനെയാണ്, അതിൻ്റെ രൂപം എങ്ങനെയാണ്, അത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ നിശബ്ദത പാലിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ നിലക്കായിരിക്കണം അള്ളാഹുവിൻ്റെ ഇസ്മുകളെ സംബന്ധിച്ചും സിഫാത്തുകളെ സംബന്ധിച്ചും നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ടുള്ളത്. ഇല്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹുവതആലയുടെ ഇസ്മുകളുടെയും വിശേഷണങ്ങളുടെയും പേരിൽ തെറ്റിപ്പോകാൻ ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹുവതആല വിശദീകരിച്ച് തന്ന വിശദീകരണങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടാനാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. അതെങ്ങനെ എന്നത് ചോദിക്കരുത് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരിക്കൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. അള്ളാഹു സുബ്ഹാനഹുവതആല ഉപവിഷ്ടനാകും, ഇസ്തിവ ഉണ്ട്, അത് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അത് ഉണ്ട് എന്നത് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ കൈഫ് എങ്ങനെയാണെന്നത് ചോദിക്കാൻ പാടില്ല, അത് ചോദിക്കൽ പാടില്ലാത്ത കാര്യമാണ്, ഹറാമായ കാര്യമാണ് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഉത്തരം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഇസ്മുകളും സിഫാത്തുകളും മനസ്സിലാക്കുമ്പോൾ ആ ഒരു നിലക്ക് കൂടെ നമ്മൾ അതിനെ തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊന്ന്, അള്ളാഹു സുബ്ഹാനഹുവതആലയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്. ആ പേരുകളെ സംബന്ധിച്ച് വലിയ മഹത്വമുള്ള പേരുകളാണത്. ആ പേരുകളെ സംബന്ധിച്ച് കൂടുതൽ ആലോചിക്കുവാനും പഠിക്കുവാനും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. നിലക്ക് എന്ന് ചോദിച്ചാൽ അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ്, കരുണാവാരിധിയാണ്, കരുണാനിധിയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ
അതേ നിലക്കാണ് ഉള്ളത് എന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ നിഅമത്തിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് ആലോചിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടുമൊക്കെ അള്ളാഹുവിനെ കൂടുതൽ നമുക്ക് അറിയാൻ സാധിക്കും. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച്, നമ്മുടെ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുന്നില്ലേ, നിങ്ങളിലേക്ക് നോക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടും, അതുപോലെ തന്നെ ഒട്ടകത്തിലേക്കും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിലേക്ക് നോക്കാൻ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച്, ആ ഒരു കാരുണ്യത്തെ സംബന്ധിച്ച്, ആ അനുഗ്രഹങ്ങളുടെ ദാതാവിനെ സംബന്ധിച്ച് ആലോചിക്കുന്നില്ലേ എന്ന് ചോദിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതിലൂടെയൊക്കെയാണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഇസ്മുകളും ഈ സിഫാത്തുകളുമൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ കാരുണ്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വായുവും നമുക്ക് നൽകുന്ന വെളിച്ചവും നമുക്ക് നൽകുന്ന ഈ സംവിധാനങ്ങളുമൊക്കെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് നൽകുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചു, നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ നോമ്പെടുക്കണം, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം എന്ന് നമ്മളോടൊക്കെ കൽപ്പിച്ചു. പക്ഷേ അതനുസരിക്കുന്നവരുണ്ട്, അനുസരിക്കാത്തവരുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെയും പിടിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ഒരാളെയും പിടിക്കുന്നില്ല. ഒരാൾ കൊടുക്കാത്തതിൻ്റെ പേരിൽ, നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അന്ന് തന്നെ അദ്ദേഹത്തെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഒരാളും തന്നെ ഉണ്ടാവില്ല. ഒരു തെറ്റിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ ഒരാളും തന്നെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമാണത്. നമുക്ക് വീണ്ടും അവസരങ്ങൾ നൽകുന്നു, വീണ്ടും നമുക്ക് അവസരങ്ങൾ നൽകുന്നു. അതിൽ നിന്ന് പിന്മാറി അള്ളാഹുവിൻ്റെ ശരിയായ മാർഗത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് അവസരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടു തരുന്നു. അത് അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യമാണ്, വലിയ നിഅമത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയ നിഅമത്ത്, നമ്മുടെ ആഖിറത്ത് രക്ഷപ്പെടുത്തുവാൻ, നമ്മുടെ സ്വർഗ്ഗപ്രവേശനത്തിന് വേണ്ടി ഒരുപാട് അവസരങ്ങൾ നമുക്ക് നൽകുകയാണ്. അള്ളാഹു പറഞ്ഞതിനെതിരെ പ്രവർത്തിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തും ചെയ്യാൻ കഴിയുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തും ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷേ അതൊന്നും ചെയ്യാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശാലമായ അവസരങ്ങൾ നൽകുന്നു. ആ അവസരങ്ങൾ നൽകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന വലിയ കാരുണ്യമാണത്. അതോടൊപ്പം തന്നെ നമ്മെ സൃഷ്ടിച്ച് ഇവിടെ ഒന്നുമില്ലാത്തവരായി വിടാമായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക്. പക്ഷെ അത് ചെയ്യാതെ ഒരു വേദഗ്രന്ഥത്തെ ഇറക്കിത്തന്ന് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന ജീവിതക്രമത്തെ ഒരു പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തരികയായിരുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. അവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് വഴികളെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒന്ന് നന്മയുടെ വഴി, ഒന്ന് തിന്മയുടെ വഴി. നിങ്ങൾക്ക് സ്വീകരിക്കാൻ അവസരമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്തു. നന്മയുടെ വഴി ഇതാണ് എന്നും കാണിച്ചു തന്നു, തിന്മയുടെ വഴി ഈ നിലക്കാണ് എന്നും പറഞ്ഞു തന്നു. അതുകൊണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ അവസരം നൽകി. അള്ളാഹുവിൻ്റെ പ്രവാചകനിലൂടെ നന്മ നമുക്ക് പറഞ്ഞു തന്നു, ഇതാണ് ശരിയായ മാർഗമായിട്ടുള്ളത്. അത് അന്നും ഇന്നും ആ ശരി തന്നെയാണ്. ആ ശരി ഇന്നും അന്നും ഒരുപോലെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്താണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയായി പഠിപ്പിച്ചത് അത് ഈ കാലഘട്ടത്തിലും അത് ശരി തന്നെയാണ്. എന്തൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയോ, പരിശുദ്ധ ദീൻ നമുക്ക് വിലക്കിയോ, ആ വിലക്കിയതൊക്കെ നമ്മോടുള്ള കാരുണ്യമാണ്, നമ്മുടെ അനുഗ്രഹമാണ് നമുക്ക് നൽകിയത്. ഒരുപാട് മ്ലേച്ഛതകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വേണ്ട എന്ന് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ. എന്നാൽ വേണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് നന്മയായി തീരുന്നതാണ്. ഒരു ദുനിയാവിലായിരിക്കാം, അല്ലെങ്കിൽ ആഖിറത്തിലായിരിക്കാം. നമുക്കറിയുന്നതുണ്ടാവാം, അറിയാത്തതുണ്ടാവാം. ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്കറിയണമെന്നില്ല. എന്നാൽ അറിയുന്നതുണ്ടാവാം, അറിയാത്തതുണ്ടാവാം. പക്ഷേ അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയായി നമ്മെ പഠിപ്പിച്ചോ അത് നന്മയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ അനുഗ്രഹമാണ്. നമുക്ക് അവസരങ്ങൾ നൽകുക, അതേപോലെ തന്നെ നേരായ മാർഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ച് തരിക എന്നത്. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ കാരുണ്യമാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഹിദായത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഹിദായത്ത് ഇതൊരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വെറുതെ നൽകിയതല്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടത്തിൻ്റെ മുകളിൽ ഇഷ്ടപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ്. നമ്മളതിനെ തിരഞ്ഞെടുത്തതാണ്. നല്ല തൗഹീദുള്ളവരാവാൻ, നന്മയിൽ മുന്നേറാൻ ഒക്കെ അവസരം നൽകുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്നതിൻ്റെ അടയാളം കൂടെയാണത്, ഹിദായത്ത് നൽകുക എന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല റഹീമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു നൽകിയ ഈ ഒരു അനുഗ്രഹത്തെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആ ഒരു സമയത്ത്
ഹിദായത്ത് എന്ന വലിയ ഒരു അനുഗ്രഹം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതിനെ ഉപയോഗപ്പെടുത്താനാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു നൽകിയ ജീവിതമുണ്ട്, ഒരുപാട് കാലത്തെ ജീവിതമുണ്ട്. ഒരു റമദാൻ നമുക്ക് നൽകി, അതിൽ ഉപയോഗപ്പെടുത്തി പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കരസ്ഥമാക്കാനാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്. ഈ ഹിദായത്തിലായിക്കൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകുന്നു അത്ര കാലം ഹിദായത്തിലായി മരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ഹിദായത്തിൽ നിലനിർത്താൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിക്കും. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം പോലെയുള്ള ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ നിരന്തരമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ഈ ഹിദായത്ത് വിട്ടുപോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന ആ കാരുണ്യത്തെ മുറുകെ പിടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് പരിശുദ്ധ ഖുർആൻ. അതിൻ്റെ പാരായണവും അതിൻ്റെ ആശയങ്ങൾ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ അനുഗ്രഹമാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് വേണ്ട എല്ലാ നിലക്കുമുള്ള ഈ ദുനിയാവിൽ നാളെ ആഖിറത്തിലേക്കും നന്മയായി ഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുമ്പോൾ സഹാബികൾ പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തിൽ നിന്ന് കാക്കുന്നതും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാവുന്നതുമായ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ദീനാണ് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ പരിശുദ്ധ ഖുർആനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയ കാരുണ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ എന്തൊക്കെ നിലപാടെടുക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ ഇസ്മിലൂടെ, അസ്മാകളിലൂടെ, സിഫാത്തിലൂടെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ കാരുണ്യം ചെയ്യുന്നവരാണ്, കാരുണ്യത്തെ സംബന്ധിച്ച് ഒരുപാട് വാചാലമാകുന്നവരാണ്, ഒരുപാട് അതിനെക്കുറിച്ചൊക്കെ കേൾക്കുന്നവരാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തെ ഒരിക്കലും നമുക്കതിനോട് താരതമ്യം ചെയ്യാൻ പാടില്ലല്ലോ. എന്നിരുന്നാലും കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്ന നിലക്ക് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ നമ്മുടെ കുട്ടികളോടും നമുക്ക് ഏറ്റവും വേണ്ടവരോടും ഇഷ്ടപ്പെടുന്നവരോടുമൊക്കെ പല നിലക്ക് കാരുണ്യം കാണിക്കാറുണ്ട്. ആ കാരുണ്യത്തെ നമ്മൾ വലിയ നിലക്കാണ് കാണുന്നത്. ഒരുപാട് സമ്പത്ത് ഒരാൾക്ക് നൽകിയിട്ടുണ്ട് എങ്കിൽ അത് വലിയ കാരുണ്യമായി അയാൾ പ്രയാസപ്പെടുന്ന ഒരു ഘട്ടമായിരുന്നു. ആ ഘട്ടത്തിൽ ഒരാൾ നന്നായി സമ്പത്ത് കൊടുത്താൽ അത് വലിയ കാരുണ്യമായി വലിയ നിലക്ക് അത് ഉദ്ഘോഷിക്കപ്പെടും. അതുപോലെ തന്നെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കുക, പ്രയാസപ്പെടുന്നവർക്ക് താങ്ങ് നൽകുക, ഇതൊക്കെ വലിയ കാരുണ്യമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അതിനുമൊക്കെ അപ്പുറത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി തെറ്റിയവരെ നന്മയിലാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികൾ നമുക്ക് മുമ്പിലിട്ട് തരുന്നു. അതൊക്കെ അതിനെ എത്രയോ മുമ്പിലാണ്. ഒരു തൗഹീദിൻ്റെ ആളുകളാക്കുക എന്നത് ഏറെ ഉന്നതമായതാണ്. ബാക്കി ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്, സമ്പത്തുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദില്ലാത്തവരാക്കിയിട്ടാണ് നമ്മളെ ഈ ഭൂമിയിൽ ജീവിപ്പിക്കുന്നത് എങ്കിൽ അവിടെ നമുക്ക് വലിയ നഷ്ടമാണ് ആഖിറത്തിൽ വരാനുള്ളത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന കാരുണ്യം, ആ കാരുണ്യം അത് ഏറ്റവും ഉന്നതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇസ്മകൾ അള്ളാഹുവിൻ്റെത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അലീമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അലീമാണ്, എല്ലാം അറിയുന്നവനാണ്. വിശുദ്ധ ഖുർആനിൽ നമ്മയൊക്കെ പേടിപ്പിക്കേണ്ട, നമ്മളേറെ ജാഗ്രത പുലർത്തേണ്ട ഒരു ഇസ്മാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അലീമാണ് എന്ന്. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു ഖബീറാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്. ലത്തീഫാണ്, ഏറ്റവും സസൂക്ഷ്മമായി അറിയുന്നവരാണ്. ഏറ്റവും സസൂക്ഷ്മമായി നമ്മുടെ കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശം മുതൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവരാണ്. നമ്മൾ എന്ത് ചെയ്താലും രഹസ്യമാവട്ടെ പരസ്യമാവട്ടെ, രണ്ടാൾക്കാരോട് പറഞ്ഞതാവട്ടെ രഹസ്യമായി പറഞ്ഞതാവട്ടെ, ഏത് നിലക്കാണോ നമ്മൾ അതിനെ സമീപിക്കുന്നത് ആ നിലക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. എങ്ങനെയാണ് നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റുക? അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്താതെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിരിക്കെ ഒരു തെറ്റ് ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതറിയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോട്ട് ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ അറിവിനാൽ നമ്മുടെ കൂടെ അവൻ എപ്പോഴും ഉണ്ട്. ഒന്നും അറിയാത്തതായി വിട്ടുപോകുന്നില്ല. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കാൻ നമുക്ക് സാധിക്കുക?
ആ നിലയ്ക്ക് നമ്മൾ ഓരോ ഇസ്മിനെയും പഠിച്ചു കഴിഞ്ഞാൽ, ഓരോ അള്ളാഹുവിൻ്റെ അസ്മാകളെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അള്ളാഹുവിനനുസരിക്കുകയല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വിനയപ്പെട്ട് ജീവിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. മറ്റൊരു മാർഗവും അതിനില്ല എന്ന് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ അസ്മാകളും സിഫാത്തുകളും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മാത്രവുമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ്. അവൻ്റെ ഖുദ്റത്ത്, അവൻ്റെ ശക്തി, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ശക്തനാണ്. ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ശക്തിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ. അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരാൻ ശക്തനാണ്, സഹായിക്കാൻ ശക്തനാണ്. എല്ലാ നിലക്കും ശക്തിയുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നിമിഷ നേരങ്ങളെ അതിന് വേണ്ടതുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നിമിഷ നേരങ്ങളെ വേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് തേടാനും ആ അള്ളാഹുവിനെ മനസ്സിലാക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനാണ്. നമ്മുടെ പ്രാർത്ഥനകൾ ഒരു സമയം തന്നെ എത്രയോ പ്രാർത്ഥനകൾ അള്ളാഹുവിലേക്ക് ഉയർന്നു, എത്രയോ പ്രാർത്ഥനകൾ ഉയരുന്നു, എത്രയോ ഭാഷയിൽ ഉയരുന്നു. ലോകത്തിൻ്റെ നാലാ ദിക്കുകളിൽ നിന്ന് അള്ളാഹുവിലേക്ക് പ്രാർത്ഥനകൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹുവെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം കേൾക്കാനും അതിന് വേണ്ടതിനൊക്കെ ഉത്തരം നൽകാനും അള്ളാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ്. ആർക്കാണ് അങ്ങനെ സാധിക്കുക? ഒരാൾക്കും സാധ്യമല്ല. ജൽപ്പിക്കപ്പെടുന്ന ഏത് ആരാധ്യ വസ്തുക്കൾക്കും അത് സാധ്യമല്ല. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകുവാനും ആ ചോദ്യത്തെ കേൾക്കുവാനും ഉത്തരം നൽകുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ് സാധിക്കുന്നത് എന്ന്. മറ്റേത് ആരാധ്യ വസ്തുക്കളെ എടുത്താലും അവക്കൊന്നും ഇത് സാധ്യമല്ല തന്നെ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല സമീഅ ആണ്. അള്ളാഹു എല്ലാം കേൾക്കുമെന്ന് മാത്രമല്ല അള്ളാഹു അതിന് ഉത്തരം നൽകാനും കഴിവുള്ളവനാണ്. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തുല്യനായി ആരുമില്ല. അള്ളാഹുവിൻ്റെ ഇസ്മുകളോടോ അള്ളാഹുവിൻ്റെ സിഫത്തുകളോടോ തുല്യരായി ആരും തന്നെ ഇല്ല. ഈ ഒരു അടിസ്ഥാനം പഠിച്ചാൽ തന്നെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വലിപ്പം മനസ്സിലാകും. ഈ ലോകത്ത് ഒരുപാട് വലിപ്പങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. സാമ്പത്തികമാവട്ടെ, ഏത് മേഖലയിലായിട്ട് വലിയവരെ നമ്മൾ കാണുന്നുണ്ട്. അവരെയൊക്കെ ആളുകൾ വലിയ ബഹുമാനത്തോടു കൂടെ കൊണ്ടു നടക്കുന്നുമുണ്ട്. എന്നാൽ എല്ലാ മേഖലയിലും അള്ളാഹുവിനോളം എത്താൻ ഒരാൾക്കും സാധ്യമല്ല. ഏത് മേഖല എടുത്താലും അള്ളാഹിനോട് ഉയരാൻ ആർക്കും സാധ്യമല്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിലും ഉന്നതനാണല്ലോ. അതുകൊണ്ട് തന്നെ ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് യോജിച്ചതായി തുല്യരായി ആരും തന്നെ ഇല്ല. ഒരു നദീറോ ഒരു മിസിലോ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കില്ല. തുല്യരായി ആരും തന്നെ ഇല്ല. ഈ ലോകത്ത് എത്ര വലിയ ആളുകളെ നമ്മൾ കാണുന്നുവെങ്കിലും, എത്ര വലിയ സമ്പന്നരെ നമ്മൾ കാണുന്നുവെങ്കിലും, എത്ര വലിയ കഴിവുള്ളവരെ നമ്മൾ കാണുന്നുവെങ്കിലും അതിൻ്റെയൊക്കെ എത്രയോ ഉന്നതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവ് മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുന്ന ഒന്നാണ്. അള്ളാഹുവിനോളം വലിയ ആളുകളില്ല, അള്ളാഹുവിനോളം വലിയ ആളുകൾ ഇല്ല തന്നെ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അതെല്ലാം. ബാക്കി എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഖാലിഖായിട്ടുള്ളവൻ. അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നവനായിട്ടുള്ളവൻ. ബാക്കി എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. സൃഷ്ടിക്കുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ബാക്കിയെല്ലാം അവൻ്റെ സൃഷ്ടികളാണ്. അപ്പോൾ ഏതേത് കാര്യങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികൾ. അള്ളാഹുവിൻ്റെ വമ്പിച്ച സൃഷ്ടികളുണ്ട്, ചെറിയ സൃഷ്ടികളുണ്ട്. വലുതിൽ നമുക്ക് ദൃഷ്ടാന്തമുണ്ട്, ചെറുതിൽ നമുക്ക് ദൃഷ്ടാന്തമുണ്ട്. ചെറിയ ഒരു കൊറോണ വൈറസ് മനുഷ്യരെ മൊത്തം, ലോകത്തെ മൊത്തം തന്നെ ഉറപ്പിച്ചു കളഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ സൃഷ്ടികളുണ്ട്. ഈ ലോകത്ത് നമ്മൾ കാണുന്നതുണ്ട്, കാണാത്തതുണ്ട്. നമ്മൾ കാണുന്ന വലിയ പർവ്വതങ്ങളുണ്ട്, വലിയ രീതിയിലുള്ള ഗോളങ്ങളുണ്ട്. എന്നാൽ കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വർഗത്തെയും നരകത്തെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ അർശിൻ്റെ വലിപ്പം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ കുർസീൻ്റെ വലിപ്പം പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നും കണക്കാക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിപ്പങ്ങളുള്ള സൃഷ്ടികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. ഈ നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറെ ഉന്നതനാണ്. അവൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾക്കും തന്നെ എത്തിപ്പിടിക്കാനാവാത്ത ഈ ലോകത്തിന് ആരുണ്ട് എന്ന് പറഞ്ഞാലും, എത്ര വലിയ ശക്തിയുണ്ട് എന്ന് പറഞ്ഞാലും അതിനെയൊക്കെ തോൽപ്പിക്കാനും അതിനെയൊക്കെ അതിജയിക്കുവാനും കഴിവുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല മുകളിലുണ്ട് എന്ന് തന്നെ ഒരു വിശ്വാസിയെ കൂടുതൽ ഉന്നതനാക്കുന്നു. അവൻ്റെ അള്ളാഹുവിനെ അങ്ങനെ തിരിച്ചറിഞ്ഞാൽ അതായിരുന്നു സ്വഹാബത്തിനുണ്ടായിരുന്ന ധൈര്യം. ആരുടെ മുമ്പിലേക്ക് പോകാനും ഏത് രാജാവിൻ്റെ മുമ്പിൽ പോയി തൗഹീദ് പറയാനും അവർക്കുണ്ടായിരുന്ന ബലം, ഞങ്ങളെ സഹായിക്കാൻ എല്ലാവരെയും തോൽപ്പിക്കാൻ കഴിയുന്ന
എല്ലാവരെക്കാളും ശക്തനായ ഒരു റബ്ബ് ഞങ്ങൾക്കുണ്ട് എന്നതായിരുന്നു. അതായിരുന്നു അവർക്ക് തൗഹീദ് പറയാനും അവർക്ക് ആളുകളുടെ മുമ്പിൽ എണീറ്റ് നിന്നുകൊണ്ട് കാര്യം പറയാനും ഒക്കെ അവരെ പ്രാപ്തരാക്കിയത് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടെയുണ്ട് എന്നതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ കൂടെയുണ്ട് എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെയൊക്കെ അവർ പിടിച്ചിരുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിലാണ്. അവിടെ പിടിവല്യ അതായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം വന്നു. അന്ന് ലോകത്ത് ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചടക്കിയ കാലമായിരുന്നു ഉമർ റളിയല്ലാഹുവിൻ്റെ കാലം. ഇസ്ലാം ഒരുപാട് സ്ഥലങ്ങളിൽ വ്യാപിച്ചു. ആ കാലഘട്ടമായിരുന്നു ഒരുപാട് ഇസ്ലാമിന് വ്യാപനമുണ്ടായ കാലം, ഉമർ റളിയല്ലാഹു ഭരിക്കുന്ന കാലം. അന്ന് ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ തന്നെ മറ്റു രാജാക്കന്മാർക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. എന്നാൽ ഉമർ റളിയല്ലാഹുവിനെ കണ്ടാൽ ആ രാജാക്കന്മാർ പോലും അത് ഉമറാണ് എന്ന് മനസ്സിലാകാത്ത രീതിയിൽ ആയിരുന്നു ഉമർ റളിയല്ലാഹുവിൻ്റെ ജീവിതം. അള്ളാഹിനെ പേടിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു. ഖലീഫയാണെങ്കിൽ കൂടെ ആ ഖലീഫയുടെ ആ കെട്ടുമട്ടുകളൊന്നും ഇല്ലാതെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം വലിയ വിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ മുമ്പിൽ ആർക്കും തലപൊക്കാൻ കഴിഞ്ഞില്ല. ഫിത്നകൾ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു, അതിൻ്റെ വക്താക്കൾ ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ ആ വക്താക്കൾക്കൊന്നും തലപൊക്കാൻ അന്ന് അവസരമുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിനുള്ള ബലം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിക്കണം. അള്ളാഹു കാണുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ചു കൊണ്ടായിരിക്കണം ഞാൻ ജീവിക്കേണ്ടത് എന്ന ഒരു വിശ്വാസമായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തെ അങ്ങനെ വിനയമുള്ളവനാക്കിയത്. ഈ നിലയ്ക്ക് എല്ലാ സ്വഹാബികൾ എടുത്തു നോക്കിയാലും അള്ളാഹുവിനോടുള്ള ഒരു ബന്ധമായിരുന്നു, ഈ നിലക്കുള്ളൊരു ബന്ധമായിരുന്നു അവരെ ഇതിനൊക്കെ മാറ്റിയിരുന്നത്. അപ്പോൾ അള്ളാഹുവിനെ അവർ മനസ്സിലാക്കിയത് അസ്മാകളിലൂടെയും സിഫാത്തുകളിലൂടെയുമായിരുന്നു. സിഫാത്തുകളിലൂടെയുമായിരുന്നു അവർ മനസ്സിലാക്കിയിരുന്നത്. അതിലൂടെയാണ് കൂടുതൽ അവർക്ക് യഖീനുണ്ടായത്, വിശ്വാസം അവർക്ക് ഉറച്ചത്. അല്ലാഹു സുബ്ഹാനഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കൽ പോലും അങ്ങനെയായിരുന്നു. അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹുവിൻ്റെ മുമ്പിൽ എനിക്ക് രക്ഷിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇവിടുന്ന് എന്താ ചോദിച്ചോ എന്നൊക്കെ പറഞ്ഞ് തൻ്റെ സഹാബികളുടെ സംസാരത്തിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്ന രീതി അതായിരുന്നു. അള്ളാഹുവിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു, അള്ളാഹുവിൻ്റെ നാമങ്ങളിലേക്കും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലേക്കും ബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിശ്വാസം, ഒരു രൂഢമൂലമായ വിശ്വാസം അവരിലേക്ക് ഉണ്ടാകാനത് കാരണമായി എന്ന്. അതുകൊണ്ട് നമുക്കും ആ ഒരു വിശ്വാസത്തിലേക്ക് എത്തിപ്പെടാൻ, നമുക്കും ആ ഒരു നിലക്കുള്ള വിശ്വാസം ലഭിക്കണമെങ്കിൽ ഈ ഒരു പഠനം അനിവാര്യമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായൊരു പഠനം നമുക്ക് അനിവാര്യമാണ്. അതുകൊണ്ട് ആ ഒരു പഠനത്തിലേക്ക് നമ്മളൊക്കെ എത്തേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ അസ്മാകൾ ആര് പഠിക്കുന്നുവോ, അത് ഹിഫ്ളാക്കുന്നുവോ, അത് മനസ്സിലാക്കുന്നു. 99 നാമങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരത് പഠിക്കുന്നുവോ, അത് ഹിഫ്ളാക്കുന്നു, മനഃപ്പാടമാക്കുന്നുവോ, അതനുസരിച്ച് ജീവിക്കുന്നുവോ, അവന് സ്വർഗമുണ്ട്, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 99 നാമങ്ങൾ എടുത്തു പറഞ്ഞിട്ട് 99 നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ ആര് പഠിക്കുന്നുവോ, അത് മനസ്സിലാക്കുന്നുവോ, അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നുവോ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതൊക്കെ ഇമാമിങ്ങൾ ആ നാമങ്ങളെയൊക്കെ രേഖപ്പെടുത്തി നമുക്ക് കാണുവാൻ സാധിക്കും. 99 നാമങ്ങളും രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മനസ്സിലാക്കി പഠിച്ച് നമ്മൾ ഹിഫ്ളാക്കി മനഃപ്പാടമാക്കി നമ്മളത് കൃത്യമായി അനുസരിച്ചു കൊണ്ട് ജീവിച്ചാൽ നമുക്കും കിട്ടാവുന്നൊരു ഫളീലത്താണത്, നമുക്ക് കിട്ടാവുന്ന നേട്ടമാണത്. സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആനയിക്കുമെന്ന് നമുക്കുള്ളൊരു ഓഫർ അവിടെ നിലനിൽക്കുകയാണ്. സ്വഹാബത്തിന് മാത്രമുള്ളതല്ല, നമുക്കുമുള്ളത് തന്നെയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ അത് 99 മാത്രമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരുപാട് നാമങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു വെച്ചതായ ഒരുപാട് നാമങ്ങളുണ്ട്. നമുക്ക് പഠിപ്പിച്ചു തന്നതുണ്ട്, ഇല്ലാത്തതുണ്ട്. അവിസ്തഅ്സർത ഫീ ഇൽമിൽ ഗൈബി ഇൻദക് എന്ന് പ്രാർത്ഥനയിൽ കാണാം. അല്ലാഹുവേ, നിന്റെ അടുത്ത് നീ എടുത്തു വെച്ചിട്ടുള്ളതായ നാമങ്ങൾ കൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ന് ഒരു പ്രാർത്ഥനയിൽ കാണാം. അപ്പോൾ ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വേറെയും നാമങ്ങൾ അല്ലാഹുവിനുണ്ട്. എന്നാൽ 99 നാമങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. 99 അല്ലാതെ ഒരുപാട് നാമങ്ങൾ അല്ലാഹുവിനുണ്ട്. ആ നാമങ്ങളെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ നാമങ്ങൾ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ കൊണ്ട് പേര് നമ്മൾ ഇടുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
അള്ളാഹു സുബ്ഹാനഹു വ തആല നാമങ്ങളിൽ അള്ളാഹു എന്ന നാമം ഒരാൾക്കും നമ്മൾ പേരിടാൻ പാടില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രമുള്ള, അള്ളാഹുവിന് മാത്രമുള്ള പേരാണ്. ഇസ്മുൽ ജലാല എന്നാണ് അതിന് പറയാം. മഹത്വത്തിൻ്റെ പേര് എന്നാണ് അതിന് പേര് തന്നെ. അതുകൊണ്ട് തന്നെ അള്ളാഹ് എന്ന പേര് ഒരാൾക്കും ഇടാൻ പാടില്ല. സൃഷ്ടികളിൽ ഒരാൾക്കും അള്ളാഹ് എന്ന പേരിടാൻ പാടില്ല. അതുപോലെ തന്നെ റഹ്മാൻ എന്ന പേരും ഒരാൾക്കും ഇടാൻ പാടില്ല. മറ്റ് നാമങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് അള്ളാഹുവിനെ സൂചിപ്പിക്കുന്ന പേരാകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പേര് അറിയിക്കുന്ന രീതിയിൽ അത് ഇടാൻ പാടില്ല. ഹക്കീം എന്ന് പേരിടാം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ഹക്കീം ആണ്. അലിഫ്ലാം ഇട്ടുകൊണ്ട് പറയാൻ പാടില്ല. അലിഫ്ലാം ഇട്ട് പറഞ്ഞാൽ അത് അള്ളാഹിൻ്റെ പേരായി മാറും. അതുകൊണ്ട് അലിഫ്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരാൾക്ക് പേരിടാമെങ്കിൽ അങ്ങനെ ഇടാം. ഹക്കീം എന്ന് പേരിട്ടാൽ കുഴപ്പമില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരായിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടത് അലിഫ്ലാം ചേർത്ത് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പേരായി മാറുന്നത് കൊണ്ട് ആ നിലക്ക് പേരിടാൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ അബ്ദ് എന്ന് ചേർത്ത് പേരിടുന്നത് കൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിലേക്ക് അബ്ദ് ചേർത്തുകൊണ്ട്, ഇപ്പോൾ അബ്ദുൽ മാലിക്, അബ്ദുർ റഹ്മാൻ എന്നൊക്കെ, അബ്ദുള്ള എന്നൊക്കെ നമ്മൾ പേരിടാറുണ്ട്. അബ്ദ് ചേർത്തുകൊണ്ട്, അടിമ എന്ന അർത്ഥം ചേർത്തുകൊണ്ട് പേരിടുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എന്നാൽ മുസ്തഖിലായിക്കൊണ്ട് സ്വതന്ത്രമായി ആ പേര് അങ്ങനെ ഇടുന്നുവെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഹറാമായ കാര്യമാണ്, ചെയ്യാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുകളിൽ പല പേരുകളും ഒരു പക്ഷേ ആളുകൾക്കുണ്ടായേക്കാം. അവിടെയൊക്കെ നമ്മൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. പേരിടുന്ന സമയത്തും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സഹായികളായിട്ട് ആരുമില്ല എന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് സഹായികളില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. ഈ കാര്യം പ്രത്യേകം പറയാനുള്ള കാരണം, നമ്മുടെ നാടുകളിലൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു മുദബ്ബിർ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മ, അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്ന ഇസ്മ പല ആളുകൾക്കും ചാർത്തിക്കൊടുത്ത് നമുക്കൊക്കെ അറിയാം. അതൊരിക്കലും ഒരു മനുഷ്യന് ഇടാൻ പാടില്ലാത്ത പേരാണ്. ഒരാൾക്കും ചാർത്തി കൊടുക്കാൻ പാടില്ലാത്ത പേരുകളാണ്. അൽ മുദബ്ബിർ, അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നവൻ. അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു ഇസ്മ ഒരാൾക്ക് ഇട്ടുകൊടുത്താൽ, ഏതെങ്കിലും ഒരു വസ്തു, ഒരു സിഫത്ത് ഒരാൾക്ക് ഇട്ടുകൊടുത്താൽ അത് ശിർക്കാകുന്ന കാര്യമാണ്. അത് വലിയ വൻപാപമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു അള്ളാഹു നിയന്ത്രിക്കുന്ന കാര്യമാണ് ഈ എല്ലാ കാര്യങ്ങളും. ഭൂലോകം മുഴുവൻ അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയന്ത്രണം വേറൊരാൾക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതിന് തുല്യമാണ്, പങ്കുചേർക്കൽ കൂടെയാണ്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കും. അള്ളാഹുവിൻ്റെ പേരാണ് അൽ മുദബ്ബിർ എന്നത്. അലിഫ്ലാമോടുകൂടി അൽ മുദബ്ബിർ എന്ന് പറയുമ്പോൾ അത് അള്ളാഹു സുബ്ഹാനഹു എല്ലാം നിയന്ത്രിക്കുന്നവൻ, ഈ കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരാൾക്ക് സാധ്യമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ സ്വയം നിയന്ത്രണത്തെക്കുറിച്ച് തന്നെ നമ്മൾ പറയുന്നത് അള്ളാഹുവേ വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ എന്നാണ്. നമ്മളെന്നെ പ്രാർത്ഥിക്കണം അതാ, അള്ളാഹുവേ എൻ്റെ ശരീരത്തെ ഒരു നിമിഷ നേരത്തേക്ക് എൻ്റെ കയ്യിൽ നീ തരില്ലേ എന്ന്, ഒരു നിമിഷത്തേക്ക് എൻ്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കില്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ പോലും അവന് സാധ്യമല്ല എന്ന്. ഒരു രോഗം വന്നാൽ നമ്മൾ അതിന് മറ്റുള്ളവരുടെ സഹായം തേടുന്നു. നമ്മൾ സ്വന്തം ശരീരത്തിൽ വരുന്ന രോഗത്തെ സംബന്ധിച്ച് അതിനെ തടയുവാനോ അതിനെ തടുക്കുവാനോ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ വൃക്ക നിലച്ചു പോയാൽ അതിനെ ശരിയാക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ കരൾ നിലച്ചു പോയാൽ അതിനെ ശരിയാക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മുടെ തലച്ചോറിലേക്ക് പോകുന്ന ഏതെങ്കിലുമൊക്കെ ഒരു ഞരമ്പ്, അതിനെന്തെങ്കിലും പ്രയാസം പറ്റിയാൽ അത് ശരിയാക്കാൻ നമുക്ക് കഴിയുന്നില്ല. അത്രയും നിസാരരാണ് മനുഷ്യർന്ന്. അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ സംവിധാനിച്ച് വലിയ രീതിയിൽ ഈ അത്യധികം സങ്കീർണമാണ് മനുഷ്യൻ്റെ ഘടനകളൊക്കെ അത്യധികം സങ്കീർണമാണ്. ഈ സങ്കീർണമായ ഈ ശരീരത്തെ കൃത്യമായി പരിപാലിച്ച് നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത്, അത് കൃത്യമായൊരു സമയം വരെ കൊണ്ടുപോകുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്, അവൻ്റെ ക്രിയേഷനാണത്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ അള്ളാഹു നമ്മിലേക്കൊരു നിമിഷം നമ്മുടെ ശരീരത്തെ ഏൽപ്പിച്ചു തന്നാൽ നമുക്കതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. അങ്ങനെ പറയുന്ന നമ്മൾ എങ്ങനെയാണ് ഈ ഭൂലോകത്തെ സംബന്ധിച്ച്, ഈ ഭൂലോകം ഒരാൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് നമുക്കിങ്ങനെ പറയാൻ കഴിയും? ഒരിക്കലും സാധ്യമല്ലാത്തൊരു കാര്യമാണത്. ഈ ഭൂമി മാത്രമല്ലല്ലോ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ. ഭൂമി മാത്രമല്ല, സൂര്യനടങ്ങുന്ന വലിയ നക്ഷത്രങ്ങളടങ്ങുന്ന ഗാലക്സികളടങ്ങുന്ന വലിയ ഒരു പ്രപഞ്ചമാണല്ലോ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു മനുഷ്യൻ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം നമ്മൾ പൊട്ടന്മാരല്ല. മാത്രവുമല്ല, അങ്ങനെ ഒരാൾക്ക് വെച്ചു കൊടുത്താൽ അത് വലിയ പാതകമാണ്,
അക്ബറുൽ കബായിറാണ്, വലിയ വൻപാപമായിട്ടാണ് അത് എണ്ണപ്പെടുക. അതുകൊണ്ട് ഏത് ഇസ്മിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. മുദബ്ബിർ എന്നത് എടുത്തു പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ആ നിലക്കുള്ള ഒരു സഹായിയോ അള്ളാഹുവിന് തുല്യമായ ഒരാളോ ഉണ്ടാവുക അവന് സാധ്യമല്ല എന്നാണ്. അങ്ങനെ ഉണ്ടാകാൻ കഴിയുകയുമില്ല, അതിനുള്ള കഴിവും ഒരാൾക്കും ഇല്ല തന്നെ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് നാം എല്ലാവരും. അതുകൊണ്ട് തന്നെ ആ അള്ളാഹു സുബ്ഹാനഹു തആല എന്താണോ നമ്മിൽ നടപ്പാക്കുന്നത് അത് കൃത്യമായി നടപ്പാകുമെന്നല്ലാതെ നമുക്കതിനെ തടുക്കാനോ അള്ളാഹു നൽകുന്നതിനെ പിടിച്ചു വെക്കാനോ നമുക്ക് കഴിയില്ല. അല്ലാഹു ലാ മാനിയ ലിമാ അതൈത് വലാ മുഅ്തിയ ലിമാ മനത്. നമ്മുടെയൊക്കെ നിസാരത തെളിയിക്കുന്ന, അള്ളാഹുവിൻ്റെ മഹത്വം വലുതാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയുടെ അർത്ഥങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ നിസാരത ബോധ്യപ്പെടും, ആ അള്ളാഹുവിൻ്റെ മഹത്വം നമുക്ക് ബോധ്യപ്പെടും. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അതൈത്. അള്ളാഹുവേ, നീ തടയുന്നതിനെ കൊടുക്കാൻ എനിക്ക് കഴിയില്ല, നീ തടയുന്നതിനെ കൊടുക്കാൻ കഴിയില്ല, നീ കൊടുത്തതിനെ തടയാനും എനിക്ക് സാധിക്കുകയില്ല. നമ്മുടെ നിസാരതയെ ബോധ്യപ്പെടുത്തുന്നു, നമ്മുടെ നിസാരതയെ ബോധ്യപ്പെടുത്തുന്ന കാര്യമാണത്. ഒരാൾക്ക് ഒരു ഷർറ് അള്ളാഹു നൽകാൻ വിചാരിച്ചാൽ നമ്മുടെ കുട്ടിക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യക്കാണ്, അത് നമുക്ക് തന്നെയാണ്, തടുക്കാൻ നമുക്ക് കഴിയില്ല. അത് നൽകുന്നവൻ അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. ആ അള്ളാഹുവിൻ്റെ കഴിവിൽപ്പെട്ടതാണ്, നമുക്ക് തടയാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്നൊരു അനുഗ്രഹം എടുത്തു കളയുകയാണ്. നമ്മുടെ കണ്ണ്, നമ്മൾ 20 വയസ്സ് വരെ വളരെ സുന്ദരമായി കണ്ടിരുന്ന നമ്മുടെ കണ്ണ് 21ാമത്തെ വയസ്സിൽ അള്ളാഹു കൊണ്ടുപോവുകയാണ്. നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, നമുക്കതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. നമ്മൾ ആ നിലക്ക് ദുർബലരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് വിനയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നാം ശ്രദ്ധിക്കുക. അള്ളാഹുവിനാണ് എല്ലാ കഴിവുമുള്ളത്, അള്ളാഹുവിനാണ് എല്ലാ നിലക്കുമുള്ള നിയന്ത്രണമുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആലയാണ് നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ സംവിധാനിച്ചവൻ, നമുക്ക് ഹിദായത്ത് നൽകിയവൻ, നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയവൻ അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. അവനിലേക്ക് വിനയപ്പെട്ട് മടങ്ങുക, അതാണ് ഏറ്റവും നല്ല വഴിയായിട്ട് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു. അള്ളാഹുവിലേക്ക് നിങ്ങൾ വിനയപ്പെട്ട് മടങ്ങണേ, അവൻ നിങ്ങൾ കീഴ്പ്പെട്ട് ജീവിക്കണേ എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ കണ്ട അനുഗ്രഹങ്ങളുടെ എല്ലാം ദാതാവായ, എല്ലാ വിശേഷണങ്ങൾക്കും എല്ലാ നല്ല വിശേഷണങ്ങൾക്കും പാത്രീഭൂതനായ ആ അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് മടങ്ങുക, വിനയപ്പെടുക, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. നമ്മൾ ചെയ്ത തെറ്റുകൾ പൊറുക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ റബ്ബിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാൻ നാം തയ്യാറാകുക. മഗ്ഫിറത്തിൻ്റെ മാസമാണ് റമദാൻ, നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള മാസമാണ് റമദാൻ. ആ മാസത്തെ നാം കൃത്യമായി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു ഗഫാറാണ്, ഗഫൂറാണ്, എല്ലാം പൊറുക്കാൻ തയ്യാറായി നിൽക്കുന്നവനാണ്. അതുകൊണ്ട് ആ റബ്ബിലേക്ക് തിരിച്ചു മടങ്ങുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളെയും പുറത്തു തരാൻ ഈ റമദാനിൽ ഒരുപാട് ഓഫറുകൾ അല്ലാഹു സുബ്ഹാനഹു തആല വെച്ചിട്ടുണ്ട്. നമ്മുടെ ഖിയാം റമദാൻ, അതുപോലെ തന്നെ നമ്മുടെ തറാവീഹ് നമസ്കാരങ്ങൾ, അതുപോലെ നമ്മുടെ നോമ്പിനെ സംബന്ധിച്ചൊക്കെ ആ നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞ തെറ്റുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തരുന്നതാണ്. മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ മുമ്പ് കഴിഞ്ഞ പാപങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കും ഒരാൾ നോമ്പ് നോറ്റാൽ. അതുപോലെ തന്നെ ഒരാൾ ഖിയാമുൽ ലൈൽ നമസ്കരിച്ചാൽ, ഒരാൾ തറാവീഹ് നമസ്കരിച്ചാൽ ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിലേക്ക് കീഴ്പ്പെട്ട് മടങ്ങുന്നവരായി തീരാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവരായി അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന നല്ല അടിമകളായി തീരാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ നാഥൻ പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ കൂട്ടത്തിൽ ലോകം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, മറ്റു ബന്ധുമിത്രാദികൾ അള്ളാഹു സുബ്ഹാനഹു തആല അവരുടെ ഖബറ് വിശാലമാക്കി കൊടുക്കട്ടെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഹാദാ വല്ലാഹു അലം വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.